വയലിന്റെ മജ്ലിസിൽ സ്നേഹത്തോടെ വരുന്ന മുഅ്മിനീങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ പൊറുക്കണേ അല്ലാഹ്, നീ മാപ്പ് തരണേ അല്ലാഹ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അല്ലാതെയും ഞങ്ങളെ വയല് കേൾക്കുന്ന ഓൺലൈനിലും അല്ലാതെയും ഞങ്ങളെ വയല് ശ്രവിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്നവർ സർവർക്കും നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കയ്യുയർത്താൻ മറ്റൊരു ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏകനായ നിന്നിൽ വിശ്വസിച്ച് നിന്നിലേക്ക് മനസ്സ് തിരിച്ച് നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് അടിമകളായ ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ. നിന്റെ മുൻഗാമികളായ സാലിഹീകൾ ചോദിച്ചതുപോലെ ചോദിക്കാൻ ഞങ്ങൾക്കറിവില്ല. നിന്റെ മുൻഗാമികളായ ഔലിയാക്കൾ ചോദിച്ചു വാങ്ങിയ മഗ്ഫിറത്ത് അതിനുള്ള ഈമാൻ ഞങ്ങൾക്കില്ല. നിന്റെ മുൻഗാമികളായ സാലിഹീകളെ പോലെയുള്ള തഖ്വ ഞങ്ങൾക്കില്ല. അവരെ സ്നേഹിച്ചൊരുമിച്ച് കൂടിയ പാവപ്പെട്ട മുഅ്മിനീങ്ങളായ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് കൊണ്ട് പൊറുക്കണം റഹ്മാനേ. നിന്റെ കാരുണ്യം കൊണ്ട് പൊറുക്കണം റഹ്മാനേ. നിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന സാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ. നീ ഞങ്ങളെ കൈവിടരുത് റഹ്മാനേ. നീ ഞങ്ങളെ കൈയൊഴിക്കരുത് റഹ്മാനേ. ദുനിയാവിലാര് കൈയൊഴിച്ചാലും ദുനിയാവിൽ എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും അതിനൊക്കെ പരിധികളുണ്ട്. സിട്ടാവായ നീ ഞങ്ങളെ കൈയൊഴിച്ചു പോയാൽ ഞങ്ങൾക്കതിലും വലിയ നഷ്ടമില്ല. അടിമകളായ ഞങ്ങളെ നീ കൈയൊഴിക്കരുത് റഹ്മാനേ. പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ ജീവിതത്തിൽ നിന്നെ ധിക്കരിക്കണമെന്ന് ചിന്തിച്ചോ, നിന്നോട് അതവ് കീടാകണമെന്ന് ചിന്തിച്ചോ, ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ദൗർബല്യ നിമിഷങ്ങളിൽ ദൗർബല്യമുള്ള പാവപ്പെട്ട ഈമാൻ കുറഞ്ഞ ഞങ്ങളെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടാകാം. നീ അടിയങ്ങളായ ഞങ്ങൾക്ക് നിന്റെ ഹബീബിന്റെ ഹഖോട് പൊറുക്കണേ അല്ലാഹ്, മാപ്പ് തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക് പൊറുക്കണേ അല്ലാഹ്, ഭാര്യ മക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്, സ്നേഹിക്കുന്നവർക്ക് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ വഅദിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഓൺലൈനിലും യൂട്യൂബിലും അതുപോലെ ഞങ്ങളെ വഅദ് കേൾക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങളെ സംഘടനകളോട് സഹകരിക്കുന്നവർ എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാഹ്, നീ മാപ്പ് തരണേ അല്ലാഹ്. ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ്വ വഅദിന്റെ സദസ്സുകളും ഞങ്ങളെ സർവ്വ ദിക്റിന്റെ മജ്ലിസുകളും മദ്ഹറത്തുൽ ബദരിയും എല്ലാം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ്, നിന്റെ റഹ്മത്തിന്റെ നോട്ടത്തിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം, ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം റഹ്മത്തുൽ ലിൽ ആലമീൻ, നിന്റെ നബി ഹബീബ്, ഞങ്ങളെ ഹബീബ്, ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കണ്ട് പരിചയപ്പെടലാണ്. നീ തൗഫീഖ് തരണേ അല്ലാഹ്, നീ തൗഫീഖ് തരണേ അല്ലാഹ്. അതിനെന്ത് പോരായ്മകൾ തടസ്സമായുണ്ടോ അത് തിരുത്തി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാഹ്, ഇസ്സത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ വശളാക്കരുതേ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് തരണേ അല്ലാഹ്. തന്ന ഇസ്സത്ത് നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങളെ അലിമീങ്ങളെ, ഞങ്ങളെ ഉസ്താദുമാരെ, ഞങ്ങളെ സയ്യിദന്മാരെ തെറ്റിദ്ധരിച്ചു പോയവരുണ്ടെങ്കിൽ നീ മാപ്പ് കൊടുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്. ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് പരിപാടിക്ക് വന്നപ്പോ മോനെ വിരല് പോയി, കാൽപാദം പോയി,
മുട്ടുപോയി, തൊടവരെ ഡോക്ടർമാര് മുറിച്ചുപോയി, ഒരു കാലില്ല. ഞാൻ പോകുന്നതിന്റെ മുമ്പ് എന്റെ കാല് ഖബറിലേക്ക് പോയി മോനെ, ഇനി ഞാനാണ് ഖബറിലേക്ക് പോകാനുള്ളത്. കാല് പോയതിൽ വിഷമമില്ല. എന്റെ റബ്ബ് ഇതുവരെ എനിക്ക് ഇസ്സത്ത് തന്നിട്ടുണ്ട്, ഇതുവരെ എല്ലാം തന്നിട്ടുണ്ട്. ആ റബ്ബിലേക്ക് എന്നെയും കൊണ്ട് നാട്ടുകാര് മണ്ണിലാക്കിയിട്ട് പോരുന്ന സമയത്ത് ആ പോകുന്ന പോക്ക് ഈമാനോടെ ആകണം, ആഖിറത്ത് നന്നായുള്ള മരണമാകണമെന്ന് പറഞ്ഞ് നിങ്ങളെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കരഞ്ഞു പറഞ്ഞ ഉപ്പാപ്പയുണ്ട്. റബ്ബേ, അദ്ദേഹത്തിനും ഞങ്ങൾക്കും ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനേ. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനേ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിച്ച് കാമിലായ ഈമാനോട് നീ ഞങ്ങളെ തിരിച്ചു വിളിക്കണം റഹ്മാനേ. നിന്റെ ഹബീബായ നബിതങ്ങളാകുന്ന ചന്ദ്രനെ ജീവിതത്തിൽ പലതവണ കാണാൻ നീ തൗഫീഖ് തരണം റഹ്മാനേ. മരിക്കുന്ന സമയത്താ നബിതങ്ങളെ പൂമുഖം കണ്ട് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ. അവിടുന്ന് എല്ലാ നബിമാരെയും എല്ലാ മുർസലീങ്ങളെയും എല്ലാ ഔലിയാക്കൾക്കും നേതൃത്വം നൽകുന്നു. സ്വർഗത്തിൽ നിന്നെ കാണാൻ അവസരം മഹാന്മാർക്കൊക്കെ ആ നബിതങ്ങളെ കൂടെ കിട്ടുമ്പോ പാവപ്പെട്ട അവസാന നാളിലെ ചവറുകളായ ഞങ്ങള് ആ ഒരവസരം നിന്നോട് വിനയത്തോടെ ചോദിക്കും. നീ റഹ്മാനല്ലേ, റഹീമല്ലേ, നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാഹ്. ഉമ്മ ബാപ്പമാർക്ക് നൽകണേ അല്ലാഹ്, ഭാര്യ മക്കൾക്ക് നൽകണേ അല്ലാഹ്, കുടുംബങ്ങൾക്ക് നൽകണേ അല്ലാഹ്, സ്നേഹിതന്മാർക്ക് തരണേ അല്ലാഹ്. വേദ കേൾക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നേരിലും ഓൺലൈനിലും കേൾക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. നരകം തരല്ല അല്ലാഹ്, നരകത്തിലിട്ട് കരിക്കരുതേ അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട തങ്ങൾ അവர்கள் ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ദുആ കഴിയാതെ ആരും പോകരുത്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ വാല് പറഞ്ഞു നിങ്ങളൊക്കെ നന്നായി കാണണം എന്ന് വിചാരിച്ച് വന്നതല്ല. ഞാനൊരു മുതഅല്ലിമാണ്. നിങ്ങളൊക്കെയും ഈ പാവപ്പെട്ട മുതഅല്ലിമിന്റെ പരലോക വിജയത്തിന് വേണ്ടി, തഖ്വക്ക് വേണ്ടി, ഇൽമിന്റെ പുരോഗതിക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമിനെ ഏറ്റിത്തരട്ടെ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ ഞാനൊരു മുതഅല്ലിമാണെന്ന് നിങ്ങളൊക്കെ പൊരുത്തപ്പെടണമെന്ന വസിയത്തോടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.